വാർത്തകളെല്ലാം തന്നെ നമുക്ക് വിശദമായി നോക്കാം. ഇപ്പോൾ എല്ലാ ആരാധകരും ഫുട്ബോൾ പ്രേമികളും ഒക്കെ കാത്തിരിക്കുന്നത് ഇന്ന് നടക്കാൻ ഇരിക്കുന്ന സെമി ഫൈനൽ മത്സരത്തിലേക്കാണ്. ലോകകപ്പിന്റെ കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ അർജന്റീനയോ ഇംഗ്ലണ്ടോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ലോകകപ്പിൽ ജൈത്രയാത്രയുമായി എത്തുന്ന അർജന്റീനയെ തടയാൻ ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടിനാകുമോ? ജയിക്കുന്നത് യൂറോപ്യൻ കരുത്തോ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളോ? ആരാധകരുടെ പ്രതീക്ഷകൾ എന്തെന്ന് നോക്കാം. ലോകകപ്പിലെ അവസാന സെമി മത്സരത്തിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ ആർക്കാകും വിജയം? പൊതുജനങ്ങളോട് ചോദിക്കാം. ഇംഗ്ലണ്ട് തന്നെ. എന്തുകൊണ്ട് ചോദിച്ചാൽ അർജന്റീനക്ക് ഇന്നേരെ ടഫ് ടീം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ കളികളിൽ ഒന്ന് ടഫായിട്ടില്ല ഇംഗ്ലണ്ട്. മത്സരം രണ്ട് ടീമും നല്ല ടഫായിട്ട് കളിക്കുന്നുണ്ടാവും. ഇംഗ്ലണ്ടിൽ തന്നെയാണ് പ്രതീക്ഷ. അർജന്റീന അവൻ പറഞ്ഞ പോലെ തന്നെ വലിയ ടഫ് ടീമുകളെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു ധാരണ. പിന്നെ നമ്മളെ കളിയൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിലേക്ക് നല്ല പെർഫോമൻസ് വെക്കുന്നുണ്ട് അവർ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വരണം. ഞാനൊരു കട്ട അർജന്റീന ഫാനാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കളിയിൽ ഈജിപ്തിനായിട്ടുള്ള കളിയിൽ അർജന്റീനൻ്റെ ഒരു വൺ സൈഡ് ഒരു ഇത് കണ്ടതിനെ കൊണ്ട് ആകെ അതിനോടുള്ളൊരു ഇഷ്ടം പോയി. ഇനി ഇംഗ്ലണ്ടും സ്പെയിനും ഫൈനലിൽ വരും. അതിൽ വന്നു കഴിഞ്ഞാൽ സ്പെയിന് കപ്പ് കൊണ്ടുപോകും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഫൈനലിൽ സ്പെയിന് ഇംഗ്ലണ്ടാവും ഫൈനലെത്താൻ സാധ്യത ഉള്ളത്. പിന്നെ അർജന്റീനയുടെ ഒരു കളി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും അത്യാവശ്യം കളിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവരും എത്താനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമുക്കറിയില്ലല്ലോ, കളി നോക്കണം, കളി കണ്ടറിയണം, എന്നാലും മനസ്സിലാവുള്ളൂ. അർജന്റീന ജയിക്കായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ഗുഡ് പ്ലേയേഴ്സ്. ദാറ്റ്സ് ഓൺലി റീസൺ. ഫൈനൽ വരുമ്പോൾ സ്പെയിൻ ആയിരിക്കും. ഇല്ല, ഇംഗ്ലണ്ടിന് എനിക്ക് സാധ്യതയില്ല. അല്ല, അത് അർജന്റീന കൊണ്ടുപോകുള്ളൂ എങ്ങനായാലും. അല്ല, അവരെയാണ് അതിന്റെ കളിക്കാർ. അല്ല ഇന്നത്തെ കളിയില്ലേ ഫൈനലില് അവർ എങ്ങനായാലും എത്തും. അർജന്റീന 2-1 തോൽക്കും. അർജന്റീനക്ക് ഇതുവരെ വലിയ ടീമൊന്നും കിട്ടിയില്ല. പിന്നെ അതന്നെ, പിന്നെ ഫിഫ ഓരപ്പം കുറച്ച് ഉണ്ട് എന്നൊരു തോന്നല്. വൺ സൈഡ്. ഇപ്പോൾ കുറേ പ്ലേയേഴ്സും വലിയ ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ ലെഫ്രിമാരെ ഓരപ്പം ഉണ്ട് എന്ന്. ഈജിപ്തിനായിട്ടുള്ള മത്സരം വളരെ ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചിട്ട് അത് ഒഴിവാക്കിയിരുന്നു. ഇംഗ്ലണ്ട് വെച്ചാൽ അർജന്റീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഇംഗ്ലണ്ട് ജയിപ്പിക്കണം എന്താ വെച്ചാൽ അവരെ ഇത്ര നേരം നല്ല കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് മെസ്സിയാണ് കളിയുണ്ട്. അർജന്റീന ജയിക്കാനാണ് സാധ്യത. അതെ, അർജന്റീന സ്പെയിനും ഫൈനൽ ഉറപ്പിച്ചതല്ലേ. ഒന്നാമത് പിന്നെ ഈജിപ്തിനോട് ഒരു ടൈറ്റ് മത്സരം, എന്നാലും ഫൈനലുണ്ടോ? അല്ലല്ല, മെസ്സിനെക്കാട്ടി മുമ്പേ നമ്മൾ ഗാബ്രിയൽ ബാറ്റിസ്റ്റൂട്ട് ആണെങ്കിലും പറയാൻ നല്ല കളിക്കാറില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് ഇതുവരെ കളിച്ചില്ല? അർജന്റീന നല്ല ടീമോട് കളിച്ചു ഇതുവരെ. അതുകൊണ്ട് ഇംഗ്ലണ്ട് ഇന്ന് കളിക്കും, നല്ല ടീം. ഫാനൊന്നുമില്ല, ഇന്നത്തെ കളി ഇംഗ്ലണ്ട് ജയിക്കും. വേറൊന്നും നോക്കണ്ട, അതന്നെ കറക്റ്റ്. അതങ്ങനെയാണ് നമ്മളെല്ലാം സിന്താന്തം ഇംഗ്ലണ്ട് ജയിക്കണം. ഞാൻ ഇംഗ്ലണ്ടിന്റെ ഫ്രാൻസും. അപ്പോൾ എനിക്ക് അവർ ജയിക്കണമെന്നാണ് ഞാൻ ഇതുള്ളത്. കളി കാണുകയും ചെയ്യും. ഇപ്പം ഇന്നലെ ഞാൻ സ്പെയിൻ ജയിക്കണമെന്ന് വിചാരിച്ച് സ്പെയിൻ ജയിക്കുകയും ചെയ്തു. പിന്നെ നോക്കാം, ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുള്ളത്. കപ്പടിക്കുന്നല്ല, ഏകദേശം ഒരു സെമി ഫൈനൽ കളിക്കുക അവർ. ഇംഗ്ലണ്ടിൻ്റെ പഴയ കളി വെച്ച് നോക്കുമ്പോൾ അവർ ലോങ് പാസിലാണ് കളിക്കുക. നോക്കാം, ലോങ് പാസ് കളിയാന്നല്ലോ. മുമ്പത്തെ കളിയിൽ എങ്ങനെ മാറ്റം വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നോക്കാം, എന്ത് കളിയിൽ മാറ്റമുണ്ടോ നോക്കാം. ഇംഗ്ലണ്ടിനെയും അർജന്റീനയും പിന്തുണക്കുന്ന കളിക്കമ്പക്കാർ കാത്തിരിക്കുന്നത് ഇന്ന് സെമി ഫൈനലിൽ നടക്കുന്ന ആ പോരാട്ടം തന്നെയാണ്. ആര് ജയിക്കുമെന്ന് എല്ലാവർക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും മത്സരം നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. കടുത്ത ബ്രസീൽ ഫാനായ മോനിഷ് മോഹനോടൊപ്പം ഇന്നത്തേക്ക് മാത്രം ഇംഗ്ലണ്ട് ആരാധകനായ ജർമ്മനിക്കൊപ്പം എന്നും നിന്നിട്ടുള്ള നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.